ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വേറൊന്നുമല്ല, നമ്മുടെ അർജന്റീന വിസ് നമ്മുടെ സ്വന്തം സ്വിറ്റ്സർലൻഡ്, നമ്മുടെ ലോക ചാമ്പ്യന്മാരെ തടഞ്ഞു നിർത്തിയ സ്വിറ്റ്സർലൻഡ് എന്ന് തന്നെ പറയാം. അതാണ് കാൻസാസ് സിറ്റിയിൽ നടന്നത്. അതെ, ക്വാർട്ടർ ഫൈനൽ സാധാരണ ഒരു ക്വാർട്ടർ ഫൈനൽ ആയിരുന്നില്ല. അവസാന വിസൽ മുഴുകും വരെ ആരാണ് ജയിക്കാൻ എന്ന് പ്രവചിക്കാൻ പോലും പറ്റാത്ത പൊരിഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു. സ്വിറ്റ്സർലൻഡ് മെസ്സിയെ ശരിക്കും ഗോൾ നേടുന്നു തടഞ്ഞു എന്ന് പറയാം. മെസ്സിക്ക് യാതൊരു എന്താ പറയുക, മെസ്സിനെ ഫുള്ളായി മാർക്ക് ചെയ്തു. അവർ മാർക്ക് ചെയ്ത് മെസ്സിയെ കളിച്ചു. അതുകൊണ്ട് തന്നെ മെസ്സിക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മുടെ അർജന്റീന അവിടെ അവസാനം എക്സ്ട്രാ ടൈം വരെ കളി നീളേണ്ട അവസ്ഥ വന്ന് വെറും 10 പേരായി ചുരുങ്ങിയിട്ടും സ്വിറ്റ്സർലൻഡ് മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും നല്ലൊരു കളി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു കളിയിലേക്ക് പോയി. അങ്ങനെ എക്സ്ട്രാ ടൈമിലേക്ക് ആദ്യമായി അർജന്റീന ഈ വേൾഡ് കപ്പിലേക്ക് നടന്നകന്നു. അങ്ങനെ വളരെ ആവേശകരമായ കളിയായിരുന്നു ഇന്ന് നടന്നത്. ലോക ചാമ്പ്യന്മാരുടെ കരുത്ത് അവർ തെളിയിച്ച ക്ഷമ കൈവിടാതെ അവർ കളിച്ച് അവർ അവസാനം അവസരം കിട്ടിയപ്പോൾ കൃത്യമായി വിനിയോഗിച്ച് അവർ അങ്ങനെ സെമി ഫൈനലിലേക്ക് കടന്നു. വളരെ 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 എന്താ പറയുക, ഇത്രയും നല്ലൊരു ആവേശോജ്വലമായ കളി അടുത്ത കാലത്തെങ്കിലും ഉണ്ടായില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം അത്രയ്ക്ക് നമ്മുടെ ഓരോ നിമിഷം നമ്മുടെ ആരാധകർക്ക് എല്ലാവർക്കും എന്താ പറയുക, മനസ്സിൽ നെഞ്ചിടിപ്പ് കൂട്ടിയ ഓരോ നിമിഷമായിരുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകും നമ്മുടെ സ്വിറ്റ്സർലൻഡിൻ്റെ ഗോൾ കീപ്പർ വളരെ മനോഹരിയമായിരുന്നു. അവർ ഒരുപാട് ഗോളുകൾ തടഞ്ഞു നിർത്തി. അങ്ങനെ എന്താ പറയുക, ഒരു അവസാന മിനിറ്റുകളെല്ലാം നമ്മുടെ അർജൻറ്റീനയുടെ കയ്യിൽ തന്നെയായിരുന്നു ബോളെങ്കിലും നമുക്ക് അത് ഗോളാക്കാൻ സാധിച്ചില്ല. അങ്ങനെ വളരെ വളരെ സങ്കടം നിറഞ്ഞൊരു കളിയിലേക്ക് പോകും എന്നൊരു അവസ്ഥയിലേക്കാണ് നമ്മുടെ അൽവാരസ് 112-ാം മിനിറ്റിൽ, അത് എക്സ്ട്രാ ടൈമിൽ 112-ാം മിനിറ്റിൽ അർജൻറ്റീനയ്ക്ക് ഗോൾ അടിച്ച് ജീവൻ നൽകി. അതേപോലെ തന്നെ പിന്നീട് 120 പിന്നെ മിനിറ്റ് കഴിഞ്ഞ് ഒരു എക്സ്ട്രാ ടൈം 1 മിനിറ്റ് ആയപ്പോഴേക്കും അവിടെ നമ്മുടെ മാർട്ടിനാസ് ഗോൾ അടിച്ചു. അങ്ങനെ 3-1 നമ്മളെ ഇവരെ നമ്മുടെ സ്വിറ്റ്സർലൻഡിനെ തോൽപ്പിച്ച് നമ്മുടെ ലോക ചാമ്പ്യന്മാർ സെമിയിലേക്ക് കടന്നു. മെസ്സിക്ക് ഗോൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും മെസ്സി മുന്നിൽ നിന്ന് ടീമിനെ നയിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വാന്നിധ്യം ഓരോ ആക്രമണത്തിലും കാണാമായിരുന്നു. പന്തില്ലാത്ത സമയത്ത് പോലും സ്വിറ്റ്സർലൻഡിൻ്റെ പ്രതിരോധം മുഴുവൻ മെസ്സിയുടെ ചുറ്റിപ്പറ്റിയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. മെസ്സിക്ക് മൊത്തം അനങ്ങാൻ സാധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ മൊത്തം മെസ്സിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. ഈ വിജയത്തോടെ അങ്ങനെ മെസ്സിയും കൂട്ടരും സെമി ഫൈനലിലേക്ക് കടക്കാൻ വെറും 2-2 മത്സരം വേൾഡ് കപ്പ് നിലനിർത്താൻ പറ്റിയ വെറും 2-2 മത്സരം മാത്രമാണ് ഇനി ബാലൻസ് ഉള്ളത്. അങ്ങനെ ഇനി അവരുടെ വെല്ലുവിളി ശക്തരായ ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് രാവിലെ നടന്ന മത്സരത്തിലാണ് അവർ വിജയിച്ച് കയറിയത്. അതേപോലെ തന്നെ ഇനി ഫൈനലിൽ എത്താൻ പോകുന്നത് ആരാന്ന് പറയത്തില്ല. ഫ്രാൻസ് ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അതേ വേൾഡ് കപ്പിൻ്റെ തുടർച്ച തന്നെയായിരിക്കും. അങ്ങനെ ഫസ്റ്റ് ഹാഫ് തുടങ്ങിയ മുതൽ അർജന്റീന ആക്രമണ ഫുട്ബോൾ തന്നെയാണ് ഏറ്റവും അടിച്ചത്. പിന്നെ 10-ാം മിനിറ്റിൽ ആദ്യത്തെ 10-ാം മിനിറ്റിൽ നമ്മുടെ അലക്സ്റ്റേൽ ഒരു ഗോൾ അടിച്ച് നമ്മുടെ അർജന്റീനയെ മുന്നിലെത്തിച്ചു. അപ്പോൾ തന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷ ഇന്ന് ഗോളടി തുടങ്ങി കഴിഞ്ഞ് അർജന്റീന പുഷ്പം പോലെ സ്വിറ്റ്സർലൻഡിനെ തോൽപ്പിക്കും എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഗോൾ വഴങ്ങിയെങ്കിലും സ്വിറ്റ്സർലൻഡ് ഒരു തരത്തിലും തളർന്നില്ല. നമ്മുടെ മെസ്സിനെ ഫുൾ ഡബിൾ മാർക്കിങ്ങിലൂടെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ അവർ ശ്രമിച്ചു. അത് അവർ വിജയിക്കുക തന്നെ ചെയ്തു. മെസ്സിക്ക് കിട്ടുന്ന ഓരോ പന്തും ചുറ്റുമ്പോഴേക്കും 1-2 സ്വിസ് താരങ്ങൾ അവരെ ചുറ്റും കൂടി. അങ്ങനെ മെസ്സിക്ക് മികച്ച പാസുകൾ എന്നിട്ട് മെസ്സി മികച്ച പാസുകളും മുന്നേറ്റം നടത്താൻ സാധിച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ സ്വിറ്റ്സർലൻഡിൻ്റെ ഗോൾ കീപ്പർ അടിപൊളിയായിരുന്ന പുള്ളിയുടെ പ്രതിരോധവും അർജന്റീനയ്ക്ക് കൂടുതൽ ലീഡ് വർദ്ധിപ്പിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലെത്തി. മറുവശത്താണ് ഈ സ്വിറ്റ്സർലൻഡ് കൗണ്ടർ അറ്റാക്കിലൂടെ മാക്സിമം ഗോൾ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. അർജന്റീനയുടെ പ്രതിരോധം ഉറച്ചു തന്നെ നിന്നു. അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ നമ്മുടെ അർജന്റീന 1-0 മുന്നിലായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കരുതി ഇനി സ്വിറ്റ്സർലൻഡ് തിരിച്ചു വരവില്ല. കാരണം 1-0 മുന്നിലായി. ഇനി സ്വിറ്റ്സർലൻഡ് എത്രത്തോളം കളിച്ചു വരും എന്നറിയത്തില്ല. അങ്ങനെ 1-0 ഫസ്റ്റ് ഹാഫ് അവസാനിച്ചു. അങ്ങനെ സെക്കൻഡ് ഹാഫ് മുഴങ്ങി നമ്മുടെ വിസിൽ മുഴങ്ങിയോടെ നമ്മുടെ സ്വിറ്റ്സർലൻഡിൽ ഭയങ്കര അറ്റാക്ക് തന്നെയായിരുന്നു. അവർ ഭയങ്കര ആക്രമണ മനോഭാവത്തോടെ കളിച്ചു. അതിൻ്റെ ഫലം അവർക്ക് കിട്ടുകയും ചെയ്തു. 67-ാം മിനിറ്റിൽ അവരുടെ എൻഡോയ്ക്ക് ഗോൾ അടിച്ചു. അങ്ങനെ 1-1 സ്റ്റേഡിയം നിശ്ചലമായ ഒരു നിമിഷം തന്നെയായിരുന്നു. കാരണം സ്റ്റേഡിയത്തിലൊരു 80% അർജന്റീന ആരാധകർ തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റേഡിയം ആകെ നിശബ്ദരായി അങ്ങനെ 1-1 സമനിലയിലേക്ക് പോയി. കാരണം ഇനി നിസ്സാരം 67-ാം മിനിറ്റിലാണ്. അപ്പോൾ തന്നെ 72-ാം മിനിറ്റിൽ വലിയൊരു തിരിച്ചടി ഉണ്ടായി. നമ്മുടെ സ്വിറ്റ്സർലൻഡിൻ്റെ എംബോളയ്ക്ക് റെഡ് കാർഡ് കിട്ടി. അത് വാർ വിധിച്ചെങ്കിലും നോക്കിയെങ്കിലും പക്ഷേ അത് റെഡ് കാർഡ് കിട്ടി. അവനെ പുറത്തായി. അങ്ങനെ 10 പേരായി ചുരുങ്ങി. അതായത് 72-ാം മിനിറ്റിൽ 10 പേരായി ചുരുങ്ങിയ സ്വിറ്റ്സർലൻഡ് ഇനി എന്തായാലും അർജന്റീനയ്ക്ക് വളരെ കാര്യങ്ങൾ എളുപ്പമായി ഒരു ഗോളും കൂടി അടിച്ചു കഴിഞ്ഞാൽ വിജയിക്കും. അങ്ങനെ ഒരു പ്രതീക്ഷയിലേക്ക് അങ്ങനെ കളി നീണ്ടുപോവുകയാണ്. പക്ഷേ ഒരു റെഡ് കാർഡ് കിട്ടിയിട്ടും അവർ കുലുങ്ങിയില്ല എന്ന് മാത്രമല്ല, അവർ ഒരിക്കലും തളർന്നു പോയില്ല. അതായിരുന്നു അവരുടെ കളി. ഭയങ്കരമായിട്ട് അവർ മെസ്സിയെ നിരന്തരം മാർക്ക് ചെയ്തുകൊണ്ട് മെസ്സിക്ക് യാതൊരു തരത്തിലും അനങ്ങാൻ പറ്റാത്ത രീതിയിലായതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഗോൾ അടിക്കാൻ അവസരങ്ങൾ നമുക്ക് കിട്ടാതെ വന്നു. അതുകൊണ്ട് തന്നെ സ്വിറ്റ്സർലൻഡ് ഭയങ്കര പ്രതിരോധമാണ് കാണിച്ചത്. പിന്നെ നമ്മുടെ സ്വിറ്റ്സർലൻഡിൻ്റെ ഗോൾ കീപ്പർ പുള്ളിനെ പറഞ്ഞേ പറ്റൂ.
അസാമാന്യ പ്രകടനം തന്നെയാണ് പുള്ളി കാഴ്ചവെച്ചത്. ഒരുപാട് ഗോളുകൾ അങ്ങനെ പുള്ളി തടഞ്ഞു നിർത്തി. അങ്ങനെ 90 മിനിറ്റ് അവസാനിക്കുമ്പോൾ നമ്മുടെ ഗോൾ 1-1 തന്നെ നിൽക്കുകയാണ്. എന്ത് ചെയ്യുമെന്നറിയത്തില്ല. കാരണം ഇനി എക്സ്ട്രാ ടൈമിലാണ് ഇതുപോലെ സ്വിറ്റ്സർലൻഡ് അർജൻറ്റീനയെ അട്ടിമറിക്കോ എന്ന സിറ്റുവേഷനിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 1-1 നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഇതുവരെ അർജൻറ്റീനയ്ക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. കാരണം ഒരു 90 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 9 മിനിറ്റാണ് ഇന്ന് എക്സ്ട്രാ കുറച്ച് അനുവദിച്ചത്. ആ ടൈമിലെങ്കിലും ഗോൾ അടിക്കുമെന്ന് കരുതി. പക്ഷേ ആ ടൈം എനിക്ക് തോന്നുന്നത് ഒരു മാക്സിമം ടൈമിലും പന്ത് അർജൻറ്റീനയുടെ കയ്യിലായിരുന്നുവെങ്കിലും ഗോൾ അടിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം മെസ്സിനെ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തു. മെസ്സിയുടെ ചുറ്റുമാകുന്നു. പിന്നെ അൽവാരസും അവരെല്ലാം ചുമ്മാ ഇടയ്ക്ക് ഗോളടിക്കാൻ ശ്രമിച്ചെങ്കിലും ഗോൾ കീപ്പർ മനോഹരമായി തന്നെ തടഞ്ഞു നിർത്തി. അങ്ങനെ റെഡ് കാർഡ് കിട്ടി. 10 പേരായി ചുരുങ്ങിയെങ്കിലും സ്വിറ്റ്സർലൻഡ് വിട്ടുകൊടുക്കാതെ അർജൻറ്റീനയ്ക്കെതിരെ പ്രതിരോധം കളിച്ച് നല്ല രീതിയിൽ തന്നെ പോരാടി. അങ്ങനെ 90 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 1-1 കളി അവസാനിച്ചു. അങ്ങനെ എക്സ്ട്രാ ടൈമിലേക്ക് പോയി. എക്സ്ട്രാ ടൈം വെറും 30 മിനിറ്റേ ഉള്ളൂ. അർജൻറ്റീന ഫുൾ ആക്രമണത്തിലേക്ക് മുഴുകി ഭയങ്കര ഇടയ്ക്കിടയ്ക്കും സ്വിറ്റ്സർലൻഡ് തിരിച്ചാക്രമിക്കാൻ പോയെങ്കിലും അത് അത്രത്തോളം ഫലപ്രദമായില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ 112-ാം മിനിറ്റിലാണ് അങ്ങനെ പ്രതീക്ഷിച്ച സംഭവം നടന്നത്. അതേ നമ്മുടെ അൽവാരസ് വലകുലുക്കി നമ്മുടെ അർജൻറ്റീന വലകുലുക്കി. അങ്ങനെ അർജൻറ്റീന 2-1 മുന്നിലെത്തി. എന്ത് ചെയ്യണമെന്ന് വെറും നിസാര മിനിറ്റുകളുള്ളൂ. എക്സ്ട്രാ ടൈം കഴിയാറായി. നമ്മുടെ സ്വിറ്റ്സർലൻഡ് ആക്രമണം തുടങ്ങി. അങ്ങനെ സ്വിറ്റ്സർലൻഡ് പുരിഞ്ഞ ആക്രമണം 10 പേരായി ചുരുങ്ങിയെങ്കിലും അവർ ആക്രമിച്ച് മുന്നോട്ട് പോയി. പക്ഷേങ്കിലും അവിടെ വെച്ച് നമ്മുടെ പന്ത് തിരിച്ച് കിട്ടി. അവിടുന്ന് കൗണ്ടർ അറ്റാക്കിലൂടെ ഒന്നും ചെയ്യേണ്ട വന്നില്ല. നമ്മുടെ കൗണ്ടർ അറ്റാക്കിലൂടെ മുന്നേറി. പക്ഷേ ഫസ്റ്റ് അടിക്കാൻ ശ്രമിച്ചെങ്കിലും അത് തടഞ്ഞു നിർത്തിയെങ്കിലും രണ്ടാമത് നമ്മുടെ മാർട്ടിനാസ് പന്ത് അടിച്ച് കയറ്റി. അങ്ങനെ 121-ാം മിനിറ്റിൽ നമ്മളെ 3-1 ഗോൾ അടിച്ചു. അങ്ങനെ അവസാന വിസിൽ മുഴുകാറായി. 30 മിനിറ്റ് കഴിയാറായി. അങ്ങനെ അവസാന വിസിൽ മുഴുങ്ങി. അങ്ങനെ സ്വിറ്റ്സർലൻഡിനെതിരെ അർജൻറ്റീന 3-1 വിജയിച്ചു. അങ്ങനെ മുന്നേറ്റ് നമ്മുടെ സെമി ഫൈനലിലേക്ക് കയറി. അങ്ങനെ വളരെ എന്താ പറയുന്നത്, വളരെ ആരാധകരെ വളരെ മുൾമുനയിൽ നിർത്തിയ ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നത്തെ നല്ലത്. ശരിക്കും എന്താ പറയുന്നത്, അർജൻറ്റീനയുടെ അനുഭവ സമ്പത്തും നല്ല ക്ഷമയും തന്നെയാട്ടോ അവർ ഈ അവസാന ഫിനിഷിങ്ങിലൂടെ അവർ കറക്റ്റ് ഗോൾ നേടിയത്. മെസ്സിക്ക് ഗോൾ നേടാനായില്ലെങ്കിൽ അവരെല്ലാത്തിനും തുടക്കം കുറിച്ചതും പ്രതിരോധത്തെ നിരന്തരം സമ്മർദ്ദത്തിലാക്കിയ പ്രകടനം എല്ലാം മെസ്സി തന്നെയായിരുന്നു. കാരണം മെസ്സിയുടെ പന്ത് കിട്ടുമ്പോഴേക്കും ചുറ്റും ആളുകൾ കളിക്കാർ വന്ന് കയറുകയായിരുന്നു. അങ്ങനെ ഈ മത്സരത്തോടെ അർജൻറ്റീന സെമി ഫൈനലിലേക്ക് കടന്നു. അങ്ങനെ ലോകകപ്പ് കിരീട യാത്രയിലേക്ക് നിർണായക ഘട്ടത്തിലേക്ക് അങ്ങനെ കടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ മത്സരത്തിലെ ഹീറോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ്? നമ്മുടെ സ്വിറ്റ്സർലൻഡ് ഗോൾ കീപ്പറാണോ, അതോ നമ്മുടെ അൽവാരസോ, അതോ മാർട്ടിനാസോ, ആരാണ്, അതോ മെസ്സിയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.